തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ്. നാട്ടുകാർ നോക്കി നിൽക്കെയാണ് അക്രമി അയൽവാസിയെ കുത്തിക്കൊന്നത്. നെയ്യാറ്റിൻകര മാവിളക്കടവ് സ്വദേശി ശശിയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി സുനിൽ ജോസിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. ശശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രതി സുനിൽ ജോസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ആ ദൃശ്യങ്ങൾ തന്നെ ഏറെ ഭയമുളവാക്കുന്നതാണ്. കാരണം ആളുകൾ നോക്കി നിൽക്കെ പരസ്യമായി ഒരു അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തുന്നു. എന്തായിരുന്നു ഈ പ്രകോപനത്തിന് കാരണം? ടോം, വസ്തുതർക്കമാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. പട്ടാപ്പകലാണ്, ആളുകൾ നോക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ അയൽവാസിയും ബന്ധുവുമായ സുനിൽ ജോസ് ഇദ്ദേഹത്തെ ഏതാണ്ട് 56 വയസ്സുള്ള ശശിയെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. ശശിയുടെ ഭാര്യയും മക്കളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഈ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുകാർ പറയുന്നത് പലപ്പോഴും ഇവർ വഴക്കിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നുവെന്നാണ്. ഇതിൽ സുനിൽ ജോസ് നാട്ടിൽ അറിയപ്പെടുന്നത് മണിയൻ എന്ന പേരിലാണ്. നേരത്തെ വിദേശത്തായിരുന്നു, ദീർഘകാലം വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തി ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ശശിയാകട്ടെ കൃഷിപ്പണി ചെയ്യുന്ന ആളാണ്. ശശിയുടെ മകളുടെ പേരിൽ നേരത്തെ അവിടെ വസ്തു വാങ്ങി. ഈ വസ്തുവുമായി ബന്ധപ്പെട്ട അതിർ തർക്കം ദീർഘനാളായി നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം താലൂക്കിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇത് അളക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അവർ ആ പ്രവൃത്തികൾ ചെയ്യുന്നതിനിടെയാണ് വീണ്ടും വാക്കേറ്റമുണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന ശശിയെ പിന്നിലൂടെ എത്തി കുത്തി വീഴ്ത്തുന്നതും. ഈ തർക്കം നടക്കുന്ന സമയത്ത് തന്നെ ശശിയുടെ വീട്ടിലുള്ള ആളുകൾ അത് മൊബൈലിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം അത് അവരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ തർക്കം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, ശശിയുടെ മക്കളും ഭാര്യയുമാണ് ഉണ്ടായിരുന്നത്. ഈ മക്കൾ മൊബൈലിൽ ഇത് ചിത്രീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നാട്ടുകാരും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ നോക്കി നിൽക്കെ മണിയൻ ഓടിയെടുക്കുന്നത്. കൈവശമുണ്ടായിരുന്ന കത്തി കൊണ്ട് 2 പ്രാവശ്യം ശശിയുടെ ശരീരത്തിൽ കുത്തുകയായിരുന്നു. അരക്കെട്ടിലാണ് ഈ കുത്തേറ്റത്. കുത്തി അവിടെ വീഴ്ത്തുകയും ചെയ്തു. പിന്നീട് ശശിക്ക് ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. അതായത് സംഭവ സ്ഥലത്ത് തന്നെ, ഈ ആക്രമണം നടന്ന സ്ഥലത്ത് തന്നെ ശശി മരിച്ചു. പിന്നീട് മറ്റുള്ള ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ അടക്കം അവിടേക്ക് ചാടിയിറങ്ങി ശശിയെ കയ്യിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചലനമുണ്ടായിരുന്നില്ല. തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു എന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഈ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചതായി പിന്നീട് വ്യക്തമായി. ഈ കുത്തിയ മണിയനാകട്ടെ വീട്ടിലേക്ക്, സുനിൽ ജോസ് എന്ന മണിയനാകട്ടെ പിന്നീട് വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോവുകയും ആ വീട്ടിൽ തന്നെ തുടരുകയുമായിരുന്നു. പിന്നീട് പൊഴിയൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ ഈ കുത്തി വീഴ്ത്തിയ ശേഷവും അവിടെ കൊലവിളിയുമായി നിൽക്കുകയായിരുന്നു. വിനോദ്, നാളുകളായി ഈ 2 വീട്ടുകാർ തമ്മിൽ ഈ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇത് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നു. അങ്ങനെ അധികാരികളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോയത്? ടോം, അത് ഈ പരിഹരിക്കുന്നതിൻ്റെ ഈ അളവുമായി ബന്ധപ്പെട്ട്, അത് ഈ വസ്തുവിൻ്റെ അളവുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നേരത്തെ തന്നെ നിലനിന്നതാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താലൂക്കിൽ നിന്ന് ആളുകൾ എത്തുകയും ആ ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ അത് അളന്ന് തിട്ടപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ തൻ്റെ വസ്തു കയ്യേറി എന്ന് ആരോപിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ആക്രോശത്തോടു കൂടിയാണ് മണിയൻ ഈ ആയുധവുമായി പാഞ്ഞടുക്കുന്നത്. ഇതാരും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഒരു കൊലപാതകം അവിടെ നടക്കുമെന്ന ഒരു സൂചനയും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ആയുധവുമായി വരികയോ വെല്ലുവിളിക്കുകയോ അങ്ങനെ ആക്രമിക്കുമെന്ന് ആരെങ്കിലും കരുതുകയോ ചെയ്തില്ല. ഇദ്ദേഹവും അവിടെ ഈ അതിരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ കുറ്റിയടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് പിന്നിലൂടെ വന്ന് കുത്തുന്നത്. ആ കുത്തേറ്റ് താഴേക്ക് വീഴുകയാണ്. ഉയരത്തിൽ നിന്ന് ഒരല്പം താഴേക്കുള്ള പറമ്പിലേക്കാണ് വീഴുന്നത്. ഈ പ്രതിയും ഈ ഇങ്ങനെ കുത്തി അദ്ദേഹത്തോടൊപ്പം തന്നെ, അദ്ദേഹം വീഴുന്നതിനോടൊപ്പം തന്നെ ആ സ്ഥലത്തേക്ക് ചാടുന്നുണ്ട്. അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് പിന്നീട് പ്രതി. അവിടെ നിന്ന് കുറച്ചങ്ങ് മാറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ
ഈ പ്രതി രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആയുധവുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രതിയുടെ അടുത്തേക്ക് ചെല്ലാൻ അവിടെ പ്രായം ചെന്ന ആളുകളും സ്ത്രീകളുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്നത് ഈ ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാം തന്നെ സ്തബ്ധരായിപ്പോയി. ഇത് കണ്ട് സ്തബ്ധരായിപ്പോയി. നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ അറിയാം, ഒരു പ്രകോപനവുമില്ലാതെ പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന് ഈ ആൾക്കൂട്ടത്തിന്റെ പിറകിൽ നിന്ന് ഓടി വരികയും ഇദ്ദേഹത്തെ കുത്തി വീഴ്ത്തുകയുമായിരുന്നു. തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു എന്നതാണ്. പിന്നീട് അവിടെ ഒരു കൂട്ട നിലവിളിയാണ്. ആ വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന ആളുകളും എല്ലാം തന്നെ നിലവിളിക്കുകയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ തന്നെ അദ്ദേഹം വീണ് മരിക്കുകയായിരുന്നു. 2 കുത്തുകളാണ് ശരീരത്തിൽ ഏറ്റത്. ടോം, യെസ്, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് തർക്കത്തെ തുടർന്ന് അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തിയതെന്ന് നാട്ടുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുകയായിരുന്നു ഈ ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്.